ലീല. സ്വപ്നത്തിൽ കണ്ടതുപോലെ ആനക്കൊമ്പിലിരുത്തി ഭോഗിക്കാനൊത്ത പെണ്ണിനെയും ആനയെയും തേടിയിറങ്ങുന്ന കോട്ടയം കുടമാളൂരിലെ ഫ്യൂഡൽ നായകൻ കുട്ടിയപ്പന്റെ കഥയാണ് ലീല. പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയിൽ നിന്നും ചില ചില്ലറ വ്യതിയാനങ്ങളും കൂട്ടിച്ചേർക്കലുമൊക്കെ വരുന്നുണ്ട് കഥ സിനിമയാകുമ്പോൾ. ചെറുകഥ വായിച്ചിട്ടുള്ളവർക്ക് സിനിമ ഒടുക്കം വരെ നിലനിർത്താൻ ശ്രമിക്കുന്ന സസ്പെൻസ് ആസ്വദിക്കാനാവില്ല. പക്ഷേ ഒരു കഥ പറച്ചിലായി കണ്ടാൽ സിനിമ കണ്ടിരിക്കുകയും ആവാം. മമ്മൂട്ടിയിൽ നിന്നും മോഹൻലാലിൽ നിന്നും മുരളി ഗോപിയിൽ നിന്നും സർവോപരി ശങ്കർ രാമകൃഷ്ണനിൽ നിന്നും കുട്ടിയപ്പന്റെ വേഷം ബിജു മേനോനിലെത്തിയതാണ് സിനിമയുടെ ആദ്യ ഭംഗി. സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യനായ കുട്ടിയപ്പനായി മോഹൻലാൽ ആയിരുന്നുവെങ്കിൽ ക്യാരക്ടറും സിനിമയും തന്നെ വേറെ ലെവലാവുമായിരുന്നുവെങ്കിലും രഞ്ജിത്തിന്റെ തൂലികയിൽ പിറന്ന മുൻ മാടമ്പികളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ബിജു മേനോന്റെ കാസ്റ്റിംഗിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അഭിനയത്തിൽ ഒതുക്കവും. അളവറ്റ സമ്പത്തിനുടമയായ കുട്ടിയപ്പന്റെ രീതികൾ വിചിത്രമാണ്. അതിപ്പോൾ രാവിലെ കുടിക്കുന്ന ചായ ആയാലും അത് കഴിഞ്ഞിട്ടുള്ള പെണ്ണുപിടിയായാലും. കുട്ടിയപ്പന്റെ അത്തരമൊരു കിറുക്കിന്റെ കഥയാണ് സിനിമ പറയുന്നത്. അയാളുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടായി പിള്ളേച്ചനുമുണ്ട്. പെർഫോമൻസിൽ ഒരു വിസ്മയം തന്നെ തീർത്തു വിജയരാഘവൻ. മുന്തിയ നായരും എന്നാൽ കുട്ടിയപ്പന്റെ സകല ലീലാവിലാസങ്ങൾക്കും കൂട്ടായി പിള്ളേച്ചൻ. അപാര ശരീരഭാഷയും മാനരസങ്ങളും. ഒരേ സമയം റാംജി റാവു എന്ന മണ്ടൻ വില്ലനും ദേശാടനത്തിലെ ശുദ്ധനായ അച്ഛനും സ്റ്റോപ്പ് വയലൻസിലെ CI ഗുണ്ടാ സ്റ്റീഫനുമായി പകർന്നാട്ടം നടത്തുന്ന പ്രതിഭയാണ് വിജയരാഘവൻ. പിള്ളേച്ചന്റെ വേഷം ആ കരിയറിലൊരു തിരിച്ചുവരവാകും. അതുപോലെ അനായാസം ദാസിപ്പാപ്പി എന്ന പിൻപാകുന്ന മികച്ച സ്വഭാവ നടനായ ഇന്ദ്രൻസും കുറെ കാലമായി സിനിമയിലും TV-യിലും ഒരുപോലെ വെറുപ്പിക്കുന്ന ജഗദീഷിനും ലീലയൊരു ബ്രേക്ക് ത്രൂ ആകും. മദ്യത്തിന്റെ ലഹരിയിൽ സ്വന്തം മകളെ പിഴപ്പിക്കുന്ന അച്ഛനായി മാറുന്നതിൽ ജഗദീഷിന്റെ ലുക്ക് ഗുണകരമാവുന്നുമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വേഷം നായിക പാർവതി നമ്പ്യാരാണ്. പ്രേക്ഷകന് യാതൊരു മുൻധാരണകളുമില്ലാത്ത കാസ്റ്റിംഗ്. തുടക്കക്കാരനായ പ്രശാന്ത് രവീന്ദ്രന്റെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾ മനോജ് കണ്ണോത്തിന്റെ എഡിറ്റിംഗിലൂടെ എത്തിയപ്പോൾ ദൃശ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബിജിബാലിന്റെ പശ്ചാത്തല സംഗീതമാണ്. അവസാന രംഗങ്ങളിൽ ഇത് വിശേഷിച്ചും പ്രകടവുമാണ്. നാടൻ പാട്ടിന്റെ ശൈലിയിൽ ബിജു മേനോന്റെ ശബ്ദത്തിലൂടെ വട്ടോളം വാണിയാരെ എന്ന ഗാനം വളരെ ശ്രദ്ധേയമായി. കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക, വട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. ഉണ്ണിയാറിന്റെ ശ്രദ്ധ നേടിയ ഒരു ചെറുകഥയാണ് ലീല. കഥാകൃത്തിന്റെ തന്നെയാണ് തിരകഥ. സംവിധായകനാവട്ടെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാൾ. സിനിമ കഴിഞ്ഞിറങ്ങിയവരോട് വല്ലതും കിട്ടിയോ എന്ന് കുട്ടിയപ്പൻ ശൈലിയിൽ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ കിട്ടിയോ? കിട്ടുകയല്ല.